നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ബദറിൽ പങ്കെടുത്ത മുഴുവൻ ബദരീങ്ങളും ഒരു ബുദ്ധിമുട്ടിന്റെ സന്ദർഭത്തിലും, ഒരു രോഗം വന്നപ്പോഴും, ഒരു ദാരിദ്ര്യം വന്നപ്പോഴും, ഒരു അപകടഘട്ടത്തിലും റബ്ബല്ലാത്ത മുൻകഴിഞ്ഞ നബിമാരെ വിളിച്ച് തേടിയിട്ടില്ല, നബിമാരോട് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലാത്തവരെ വിളിച്ച് സഹായം തേടിയിട്ടില്ല. അവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്തിനാൽ ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ബറക്കത്തിനാൽ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ മുഴുവൻ പ്രാർത്ഥനകളും എന്തായിരുന്നു? ബദറിന്റെ തലേ ദിവസം ബദരീങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ആതിനാ മാ വഅദ്തനാ, അല്ലാഹുവേ നാളെ യുദ്ധം നടക്കാൻ പോവുകയാണ്, ഈ കൊച്ചു സംഘത്തിന് നീ കരാറ് ചെയ്തിട്ടുള്ള കരാറ്, ആ വിജയം നീ നടപ്പിലാക്കണേ. അൻജിസിലി മാ വഅദ്തനീ, എന്നോട് നൽകിയ കരാറ് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ ഈ സംഘത്തെ എങ്ങാനും നാളെ ബദറിന്റെ പോർക്കളത്തിൽ വെച്ച് നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം പിന്നെ ഭൂമിയിൽ ഉണ്ടാകൂല അല്ലാ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സഹായം തരണേ എന്ന് ഖിബിലക്ക് നേരെ തിരിഞ്ഞ് ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ബദരീങ്ങളുടെ നേതാവ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം 1000 മലക്കുകളെ ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബദ സഹായിക്കുകയാണ്, ഉത്തരം കൊടുക്കുകയാണ്. അപ്പൊ ബദരീങ്ങൾ അള്ളാനോട് മാത്രം ഇസ്തിഗാസ നടത്തിയവരാണ് എന്നാണ് ഖുർആൻ ബദറിന്റെ സന്ദർഭം പറയുന്നിടത്ത് പറയുന്നത്. ആ ബദരീങ്ങൾ ഒരിക്കലും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. എങ്കിൽ അവരോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങൾ അന്നും ഇന്നും ചെയ്യേണ്ടതെന്താ? അന്ന് ചെയ്തതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ഖിയാമത്ത് നാൾ വരെ ചെയ്യേണ്ടതും എന്താണ്? ബദരീങ്ങളോട് സ്നേഹം വേണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവർക്കതാ വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അവരെ പേര് കേൾക്കുമ്പോ അല്ലാഹ് അവരെ തൃപ്തിപ്പെടട്ടെ, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ നമ്മൾ പറയുന്നില്ലേ?